ഹലോ ഗൈസ്, ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. ഇന്നിവിടെ ഫസ്റ്റ് ഡേ ഓഫ് സ്നോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇവിടുത്തെ സ്നോവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഇറങ്ങിക്കൊണ്ട് സംസാരിക്കാം. ഇന്ന് സ്നോ പെയ്യുന്ന വെതർ ആപ്പിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും സ്നോ പെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാലത്ത് എൻ്റെ ഓഫീസിലോട്ടുള്ള ഡ്രൈവ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതായത് ഞാൻ സാധാരണ എത്താനായിട്ടൊരു 15 മിനിറ്റ്സ് ട്രാഫിക് ഉണ്ടെങ്കിൽ 1 hour പിടിക്കും. പക്ഷെ ഇന്ന് 1.5 മണിക്കൂർ. ഞാൻ 10 മണിക്കാണ് ഇന്ന് ഓഫീസിലെത്തിയത്. എല്ലാവരും ഒരു 30-35 സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം ഫ്രഷ് സ്നോ വീഴുന്ന സമയത്ത് നമ്മുടെ സ്കിഡായി കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡൻറ്റ് പ്രോണാണ്. സോ ഭയങ്കര ആക്സിഡൻറ്റ് പ്രോണാണ്. ഒട്ടും ബ്രേക്ക് ചവിട്ടാണ്ട് വേണം ഇത്രയും ദൂരം ഓടിക്കാനായിട്ട്. അങ്ങനെ അപ്പോൾ ഇന്ന് ഓഫീസിലെത്തിയപ്പോൾ തന്നെ ഇന്നത്തെ എൻ്റെ കാറ്റൊക്കെ തീർന്നു. ആകെ ടയേർഡായിപ്പോയി. കാരണം നമ്മളിങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടിരിക്കണേ. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ കാലത്തെ വിശേഷം. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരുടെ അവസ്ഥ ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിലോട്ട് പോവാണ്. ഇന്ന് ഞാൻ റെഡിയായിട്ട് ഇറങ്ങുന്ന സമയത്താണ് നോക്കിയപ്പോഴാണ് എനിക്ക് നമ്മൾ സാധാരണ വിൻ്റർ ആവുമ്പോൾ തൊപ്പിയും ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. എൻ്റെ ഒരു ഗ്ലൗസ് ഉണ്ട്. ലാസ്റ്റ് ഇയർ അല്ല, എൻ്റെ ഉള്ള ഗ്ലൗസ് ഇപ്പോൾ 2 years ആയി, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ബീനി ഇപ്രാവശ്യം അമ്മ വന്നപ്പോൾ അമ്മയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട്, ഫ്ലൈറ്റിലൊക്കെ തണുപ്പല്ലേ, അപ്പം അമ്മയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പം ഞാനിന്ന് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് അയ്യോ ബീനി വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. അപ്പം എനിക്കൊരു പുതിയ തൊപ്പി വേണം, വിൻ്റർ ഹാറ്റ്. മാത്രമല്ല ഇനിയിപ്പോൾ ഭയങ്കര തണുപ്പ് തുടങ്ങുകയാണ്. അപ്പം എന്തായാലും തൊപ്പി ഇല്ലാണ്ട് പറ്റില്ല. പ്രത്യേകിച്ച് കാലത്തൊക്കെ ജിമ്മിൽ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും, ഒട്ടും സൺ ഉണ്ടാവില്ല. സോ നമുക്കിപ്പോൾ പോണ വഴിക്ക് പോയി ഒരു ബീനി വല്ലതും നോക്കാം, എന്നിട്ട് ബീനി വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാം. ഇന്ന് എനിക്കിങ്ങനെ എന്തെങ്കിലും നല്ലത് കഴിക്കാനായിട്ട് ഇങ്ങനെ ഒരു മൂഡാണ്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം. എന്തുണ്ടാക്കണം എന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുണ്ടാക്കാമെന്ന്. സോ വല്ലാത്തൊരു വെതർ ആവുന്നതുകൊണ്ട് എനിക്ക് നല്ല ചൂടോടുകൂടി എന്തെങ്കിലും ഒരു നല്ല ഫുഡ്, ടേസ്റ്റുള്ള ഡിന്നർ കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഇന്ന് കാലത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ഇറങ്ങിയ തിരക്ക് പിടിച്ച് ഓടിയുണ്ട്. പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ഇവിടെ കിട്ടിയത് ഒരു ലഞ്ച് കൊള്ളൂലായിരുന്നു. ഇന്ന് ഓഫീസിൽ നിന്നായിരുന്നു ലഞ്ച്. അപ്പോൾ വലിയ ടേസ്റ്റ് ഇല്ലാത്തൊരു ലഞ്ചാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പേരിനെ കഴിച്ചോളൂ. അപ്പോൾ എനിക്ക് രാത്രി എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് വേണോ ഞാനതൊരു തീരുമാനിച്ചിട്ടില്ല. നമുക്ക് വീട്ടിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാം. എനിക്കിനിപ്പോൾ പോയി ഗ്രോസറി വാങ്ങാനൊന്നും വയ്യ. കാരണം എന്തായാലും നമ്മളിപ്പോൾ ഈ കടയിൽ കയറുമ്പോൾ തന്നെ വീട്ടിലെത്തുമ്പോൾ ഇത്തിരി കൂടെ ലേറ്റ് ആവും. ഞാനിങ്ങനെ വർക്കിംഗ് ഡേയ്സിലുള്ള ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് സ്നോ ഒക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ഒരു സ്നോ സ്പെഷ്യൽ വീഡിയോ ഇരിക്കട്ടെ എന്ന്. അങ്ങനെ എൻ്റെ ക്യാമറ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഫോണിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്നോ ഒക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പകുതി ചെളി പോലെ ആയി. പക്ഷെ വീട്ടിൽ ഇത്തിരി കൂടെ ഭംഗി ഉണ്ടാവും. നമ്മളിപ്പോൾ റോഡിൽ പോകുമ്പോൾ സ്നോയിൻ്റെ ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർസൊക്കെ പോകുമ്പോൾ അതിൽ നിന്നുള്ള ചെളിയൊക്കെ തെറിച്ച് കുറച്ച് മെൽറ്റൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഒരു അഴുക്കപ്പരുവാണ്. അല്ലെങ്കിൽ കാണാൻ അത്ര ഭംഗിയൊന്നും കാണില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ എത്തി. ഞാൻ കാറിൽ കയറിയപ്പോൾ എൻ്റെ ജാക്കറ്റൊക്കെ ഊരിയിട്ടാണ് കയറിയത്. ഇല്ലെങ്കിൽ ഭയങ്കര ചൂടെടുക്കും 1 മണിക്കൂർ വണ്ടിയിലിരുന്ന് കഴിയുമ്പോൾ. ഇപ്പം മഞ്ഞൊക്കെ മാറി ഓൾമോസ്റ്റ് മഴയായി തുടങ്ങി. കുറേ മഞ്ഞൊക്കെ ഓൾറെഡി അലിഞ്ഞെന്ന് തോന്നുന്നു. വീടിൻ്റെ ഫ്രണ്ടിലുണ്ടാവുമെന്ന് ഇനി എത്തിയിട്ട് വേണം നോക്കാനായിട്ട്. അപ്പം നമുക്ക് പോയി തൊപ്പി ഉണ്ടോയെന്ന് നോക്കിയിട്ട് വരാം. ആക്ച്വലി ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്രോസറി സ്റ്റോർ ഉണ്ട്. ഇനി അവിടെ കയറി ഇത്തിരി ബീഫ് വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കണം. ഞാനിപ്പോൾ എന്ത് കഴിക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പുട്ടും ബീഫ് കറിയും ഒരു നല്ല ഐഡിയ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പ്രഷർ കുക്കറിൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്രോസറി സ്റ്റോർ ഉണ്ട്. ഞാൻ പോകില്ലാന്ന് പറഞ്ഞു, പക്ഷേ ഇത് രണ്ടും തൊട്ടപ്പുറത്തും പുറത്തുമാണ്. എന്നാൽ അവിടെ കയറി നമുക്ക് ബീഫ് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള CJ Maxx എന്ന് പറഞ്ഞ ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഒരുപാട് പല ബ്രാൻഡ്സിൻ്റെ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ വിൻ്റർ ആക്സറീസൊക്കെ കുറേയൊക്കെ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. ഇതിന് മുമ്പും കഴിഞ്ഞ വർഷം ഞാൻ ഹാറ്റ് വാങ്ങിച്ചപ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. നല്ല ക്വാളിറ്റിയുള്ള ഹാറ്റായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഹാറ്റിൻ്റെ അയലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. ചിലതിൻ്റെ ഫിറ്റൊന്നും കൊള്ളില്ല. പിന്നെ എനിക്ക് ഈ തലയിലുള്ള പോം പോലത്തെ സാധനം ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ മാറി ഇട്ട് നോക്കിയാണ് ഇഷ്ടപ്പെട്ടത്. ഇത് തിരക്കേടില്ലായിരുന്നു. ബ്ലാക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു. ഇതും എന്തോ ഒരു സുഖം തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട
വേണ്ടെന്ന് വിചാരിച്ചു. വേറെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ലോങ് ആണത്, എൻ്റെ തലയ്ക്ക് പറ്റില്ല. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. യാ ദിസ് വൺ വാസ് ഓക്കെ, ബട്ട് ഇറ്റ് വാസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് സൂട്ട്സ് മൈ ഹെഡ്. എല്ലാം ഒരു വിയേർഡ് ഷേപ്പാണ്. ഇത് മാത്രം മാറ്റി നോക്കിയപ്പോഴേക്കും ഞാൻ തളർന്നു. പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഇറങ്ങി. ഇതേ ഓൾറെഡി കടയിൽ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തൊപ്പി കിട്ടി. 2 എണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു. ഒരെണ്ണം എൻ്റെ ജിം ബാഗിൽ വെക്കാനും ഒന്ന് സ്ഥിരം പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനും. പക്ഷേ അങ്ങനെ അധികം നല്ല കളക്ഷനല്ല ഉള്ളതിലെല്ലാം. ഈ നടുക്ക് ബോൾസ് അല്ലല്ലോ ഉള്ളതിലെല്ലാം ഇങ്ങനെ നടുക്ക് പോംസ് ഉള്ള ടൈപ്പായിരുന്നു. അപ്പോൾ ഞാൻ അതല്ലാത്ത ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് വെച്ചിട്ട് ഇറങ്ങാം. പിന്നെ ഞാൻ ഒരു സോക്സും വാങ്ങിച്ചു. കൂടുതൽ അവിടെ ഇറങ്ങാൻ നിന്നില്ല, കാരണം നമുക്ക് വീട്ടിലെത്തണ്ടേ. ബ്ലാക്ക് വിൻസ് കമൂട്ടോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ബ്ലാക്ക് കളർ ആദ്യം വെച്ച് നോക്കിയില്ല, അതാണ് ഞാൻ വാങ്ങിച്ചത്. പ്ലെയിൻ ആണ്, കുറച്ച് സോഫ്റ്റാണ്. അപ്പോൾ പിന്നെ നമുക്ക് പോയി ബീഫ് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വിട്ട് പിടിക്കാം. തക്കാളിയും തീർന്നിരിക്കണം, അപ്പോൾ തക്കാളി വാങ്ങണം. എന്തായാലും പോകുമ്പോൾ ഇതുപോലെ ലിസ്റ്റിലുള്ള സാധനങ്ങളും കൂടി അങ്ങ് വാങ്ങാം. അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഭയങ്കര കാറ്റ്. ഇറങ്ങിയാണ്. ഒരു സാധനം മാത്രം വാങ്ങാൻ മറന്നായി, മിയയ്ക്കുള്ള ആപ്പിൾ സോസ്. അതിനിപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്യാം. ബീഫ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കടകളിൽ നിന്ന് വാങ്ങുന്നത് ഭയങ്കര നഷ്ടമാണ്. കാരണം ഒരു $20 ഒരു ചെറിയ ഇന്നത്തെ സെർവിങ്ങിന് മാത്രമുള്ള ഒരു ബീഫേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കോസ്റ്റോ സാംസ് ക്ലബിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ $35 ഒരു 3-4 പ്രാവശ്യം എടുക്കാനുള്ള ബീഫ് ഉണ്ടാവും. ഞങ്ങൾക്ക് കോസ്റ്റോ പോകാനായിട്ട് അധികം സമയം കിട്ടിയിട്ടില്ല. പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കാശ് പൊട്ടും. അതായത് ഒരു 2 സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ കോസ്കോ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു $400 ബില്ലായിരിക്കും വരുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വം പോവാണ്ടിരിക്കുകയാണ് കുറച്ച് കാലമായിട്ട്. ആക്ച്വലി കോസ്കോയിൽ പോവാറായി, ഈ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നു തുടങ്ങി. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ തൊപ്പി വാങ്ങിച്ചാൽ നന്നായി, കാരണം ഭയങ്കര കാറ്റാണ്. പുറത്ത് 30 ഡിഗ്രി ബട്ട് ഫീൽസ് ലൈക്ക് 14-13 എന്നാണ് പറയുന്നത്. കാറ്റ് വരുമ്പോൾ നമുക്ക് തണുത്തിട്ട് ചെവിയൊക്കെ അങ്ങ് മരിച്ചു, കയ്യും മരവിച്ചിരിക്കുകയാണ്. പിന്നെ കാറിൻ്റെ അകത്ത് സ്റ്റിയറിങ്ങിനൊക്കെ ഹീറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു സുഖമുണ്ട്. ഈ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഈ സമ്മർ ടു ഫോൾ ടു വിൻ്റർ എന്നോട്ട് ട്രാൻസിഷൻ ആണ സമയത്ത് അഡ്ജസ്റ്റ് ആവാൻ ഭയങ്കര പാടാണ്. ഈ തണുപ്പൊക്കെ ഭയങ്കര തണുപ്പായിട്ട് തോന്നും. ഇനിയിപ്പോൾ ഒരു 2 മാസം കൂടി കഴിഞ്ഞ് ഇത് -1 ഡിഗ്രി 5 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ അതൊന്നൊരു വിഷയമേ ഇല്ല. നമ്മുടെ ബോഡി അപ്പിലേക്ക് അത് യൂസ്ഡ് ആയി കാണും. ഈ വിന്ററിനോട് എനിക്കൊരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പാണ് ഇപ്പോൾ. ആദ്യമൊക്കെ വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. സ്നോ പെയ്യുന്നു, നമ്മൾ ബൂട്ട്സ് ഇടുന്നു, ജാക്കറ്റ് ഇടുന്നു, പോകുന്നു, അങ്ങനെയൊക്കെ. ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം മതിയായി. പ്രത്യേകിച്ച് പിള്ളേരുണ്ടായതിനു ശേഷം. കാരണം ഇവരൊക്കെ റെഡിയാക്കണം, ഗ്ലൗസ് ഇടിക്കണം, തൊപ്പി വെക്കണം, പിന്നെ ഇതൊന്നും കാണില്ല, പിന്നെ അതൊക്കെ കണ്ടുപിടിക്കാൻ ഓടി നടക്കണം. ഭയങ്കര കയോട്ടിക്കാണ് വിന്റർ സമയത്ത് പുറത്തു പോകുന്നത്. ഇപ്പോൾ എനിക്കറിയില്ല, ചില ദിവസം ഇഷ്ടമാണ്, ചില ദിവസം ഇഷ്ടമല്ല. ഇതുപോലെ ഡ്രൈവ് ഓഫീസിലൊക്കെ പോണ ദിവസങ്ങളിലൊന്നും എനിക്കിഷ്ടമല്ല. അല്ലാണ്ട് വെറുതെ വീട്ടിലിരുന്ന് കാണാനാണെങ്കിൽ നല്ല രസമാണ് സ്നോ വീണ് കാണാനായിട്ട്. അച്ഛനമ്മയും വന്ന സമയത്ത് ഒരു ദിവസം സ്നോ പെയ്തു, കുറച്ച് സമയത്തേക്ക്. അതുകൊണ്ട് അവർക്ക് സ്നോ കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അന്നത്തെ ദിവസം. അവർ വന്നത് എല്ലാം കഴിയുന്ന ഒരു സ്പ്രിങ് സമയത്തായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ പിന്നെന്താ വിശേഷം? എനിക്കിനിയും ഹാലോവിൻ്റെ വ്ളോഗ് ഇടാനുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇടാത്തതാണ്. കാരണം അതിന് വോയിസ് ഓവർ ചെയ്യണം. കാരണം അത് കൂടുതലും ഫുട്ടേജ് മാത്രമാണ്, അധികം സംസാരിക്കണതില്ല. അപ്പോൾ അതിന് വോയിസ് ഓവറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇടാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ ഓരോരോ തിരക്കുകളിലായിട്ട് എനിക്കത് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പറ്റിയ നെക്സ്റ്റ് വീക്ക് വല്ലതും അപ്ലോഡ് ചെയ്യാം.
പിന്നെന്താ, പിന്നെ ഈ തണുപ്പും ഇപ്പോഴാണെങ്കിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടാവണതൊക്കെ കൂടി ആകുമ്പോൾ ആകെ അയ്യോ ദിവസം തീർന്നു പോയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. നമുക്ക് അതിന് യൂസ്ഡ് ആയി വരണം ആ ഒരു റുട്ടീനിലോട്ട്. എനിക്ക് പൊതുവെ സമ്മറാണ് ഇഷ്ടം. എനിക്ക് വെയിലും ഇതൊക്കെ പുറത്തൊക്കെ നടക്കുന്ന അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ വിൻ്റർ ആയി കഴിയുമ്പോൾ ഇങ്ങനെ വീണ്ടും അകത്ത് ട്രാപ്പായ പോലെ ഒരു ഫീലിംഗ് ആണ്. ഇവിടുത്തെ ആൾക്കാർക്ക് പക്ഷേ എന്താണ്, ഈ പിള്ളേരൊക്കെ ഇവിടുത്തെ ടീനേജ് സ്കൂളിൽ പോണേക്കാണ് അവർക്ക് ജാക്കറ്റും വേണ്ട, തൊപ്പി വേണ്ട, ഒരു ഗ്ലൗസും വേണ്ട. അവർ ചുമ്മാ കാഷ്വലായിട്ട് ഒരു സെറ്റ് ഷർട്ട് ഇട്ടിട്ട് പോണാണ്. മേ ബി അവർ ഇവിടെ ജനിച്ച് വളർന്നത് യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഇവിടുത്തെ ആൾക്കാർ വിന്റർ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്കീയിങ്, മൗണ്ടൻ, എന്തൊക്കെയോ ഐസ് മൗണ്ടൻ, പിന്നെ അതുപോലെയൊക്കെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഐസ് ഫിഷിങ്, എന്തൊക്കെയോ കുറെ ഐസ് സ്കേറ്റിംഗ്, അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനി ആദ്യം പഠിച്ചെടുക്കണം. ഇവരൊക്കെ കുറച്ചില്ലേ തൊട്ട് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് യൂസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മോളിൽ പോവാ, ഫുഡ് കഴിക്കാൻ പോവാ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവാ, ഓഫീസിൽ പോവാ. അങ്ങനെ ഒരു 5-6 മാസം തള്ളി നീക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും സ്പ്രിങ്, അപ്പം ഗാർഡനിങ്ങും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ എന്തോ ഇതാണ് അവിടെ പരിപാടി. വീണ്ടും വന്ന ബിഗ് ബോസ് എന്തായാലും ആഗ്രഹം ഞാനിങ്ങനെ വ്ളോഗ് ചെയ്ത് വലിയ ആളാണോ. ഈ മഞ്ഞത്തെന്താവുന്ന മേടിച്ചിരിക്കുന്നു ഞാൻ തിരിച്ചു വരുമ്പോ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരുമാതിരി ചെളി പോലെ ആയിട്ടുണ്ട്. ഞാൻ സ്നോ ഒക്കെ കാണിക്കാന്ന് പറഞ്ഞ് വ്ളോഗ് ചെയ്ത് തുടങ്ങിയതാണ്. ഒരുമാതിരി ചെളിയുടെ അവസ്ഥയായിട്ടുണ്ട്. ഞാൻ ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സൂപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ്. എഗ് ഡ്രോപ്പ് സൂപ്പ്. ഇങ്ങനെ ചിക്കൻ ബ്രോത്ത് ഉണ്ടോ? പക്ഷെ എനിക്ക് ജിമ്മുണ്ടല്ലോ. ഞാൻ വിചാരിച്ച ബീഫും കുറച്ച് പുട്ടും. ഈ തണുപ്പ് ഉച്ചക്ക് ലഞ്ച് ഒരു സുഖമില്ലായിരുന്നു. കാലത്തൊന്നും കഴിച്ചില്ല. ടേസ്റ്റ് ഉള്ളത് കഴിച്ചാൽ കൊള്ളാമെന്ന് വിചാരിച്ചു. വലിയ പെട്ടി വിളിക്കുന്നുണ്ട്, പക്ഷെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടാവും. ഏട്ടനുള്ള ഗിഫ്റ്റാണ്. അൺബോക്സിങ്. ഏട്ടനുള്ള ഗിഫ്റ്റാണ്. ഞാൻ എടുത്തു തരാം. അവിടെ പോയി ചായ കപ്പായിരിക്കും. ചായയുടെ മാത്രമല്ലേ ഇനി എന്നോട് ചായ ചായയുടെ മാത്രം. അത് എനിക്കാണ് ഗിഫ്റ്റ്. അതാണ് പച്ച വെറൈറ്റി കളർ ഇരിക്കട്ടെ. മിലിറ്ററിക്ക് കൊടുക്കുന്നതാണ്. ചായ ഇടാൻ പറ്റുമോ? വേണമെങ്കിൽ ഇടാം. അത് ഇതിലും ചെറുതില്ല, ഇതാണ് ഏറ്റവും ചെറുത്. 2-3 പേർക്ക് ചായ ഇടുമ്പോ കറക്റ്റ് ആണത്. ഇനി സ്റ്റീല് കഴുകി ചാവണ്ട. ഇതിലൊട്ടി പിടിക്കില്ല. ജസ്റ്റ് ഡോൺ അങ്ങ് സ്പ്രേ ചെയ്തിട്ട് കഴിയാം. അമ്മ വാങ്ങിച്ചത് പുതിയ ചായപാത്രം. ഇഷ്ടപ്പെട്ടോ? മീയ ചായ ഇട്ട് കൊടുക്കും അച്ഛന്. സിദ്ധുവിനെ കൊണ്ടിരിക്കുക. കോമഡി ആയിരിക്കും. അതൊക്കെ ഇഷ്ടപ്പെട്ടാടാ പാത്രം? കോരങ്ങത്തിലെ പോലെ. തണുപ്പുണ്ട്. തെന്നി വീഴേന്ന് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ അവിടെ കുറച്ചുകൂടെ സ്നോ കാണുന്നതേ. ഇവിടെയൊക്കെ കുറേ സ്നോ വീണിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന സ്നോ ആണ്. കാരണം ഈ സ്നോ അത്ര കട്ടി വെച്ചിട്ടില്ല. ഇതിപ്പോൾ ഒരു 1 ഇഞ്ചൊക്കെ കാണുള്ളൂ. ഇവിടെ 1 ഫീറ്റ് 2 ഫീറ്റ് വരെയൊക്കെ പോവും സ്നോ സാധാരണ. ഇതിപ്പോൾ ഫസ്റ്റ് സ്നോ ആയിട്ട് ചെറുതായിട്ടുള്ളൂ. പിന്നെ ഓൾറെഡി മഴ പെയ്തത് കൊണ്ട് ഇതൊക്കെ കുറേ കലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ്. പിന്നെ ഇവിടെ ഈ ഏരിയയിലുള്ള ഒരു എല്ലാ മരങ്ങളുടെയും ഇലയൊക്കെ പോയി. കണ്ട, ഇതൊരെണ്ണം മാത്രം ബാക്കിയുണ്ട്. കാരണം ഇതാണ് ഏറ്റവും ലേറ്റായിട്ട് കളറ് മാറി തുടങ്ങിയത്. അപ്പോൾ ഇതൊരെണ്ണം മാത്രം ബാക്കിയുണ്ട്. അത് മിക്കവാറും കുറച്ച് ദിവസം തന്നെ കൊഴിഞ്ഞ് വീഴും. തണുപ്പ് നമുക്ക് അകത്തോട്ട് കയറാം. എല്ലാം മൈൻഡ് ചെയ്യാത്ത വിഷമത്തിലിരിക്കുന്നു. ഒറ്റയ്ക്ക് ഇരുന്ന അച്ഛനുണ്ടായിരുന്നല്ലോ അമ്മ. സ്നേഹം വന്നാലും അല്ലെങ്കിൽ എൻ്റെ ഒന്നുമില്ല. We're so thankful to have you as part of our Godward family.
ഇവിടെ നിന്നാണ് സാംസ് ക്ലബിൽ നിന്നാണ് പംകിൻ പൈ. പംകിൻ പൈ. ആ ശരി. ഏട്ടൻ സിദ്ധുനെ വിളിച്ചിട്ട് വന്നപ്പോൾ അതേ ഡേ കെയറിൽ നിന്ന് ഒരു പംകിൻ പൈ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ ആഴ്ച തന്നെ ഓഫീസിൽ നിന്ന് ഒരു ആപ്പിൾ പൈ കൊണ്ടുവന്നുള്ളൂ. അതിപ്പോഴും തീർന്നിട്ടില്ല, ഫ്രിഡ്ജ് വയ്ക്കണം. ഇതൊരു വലിയ പൈ. പിള്ളേരിപ്പോൾ കട്ട് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള പാനിനേക്കാളും കുറച്ചുകൂടെ വലിയ പാനാണിത് ചായ ഇടാനായിട്ട്. ചായ ഇടാൻ ഉദ്ദേശിച്ച് വാങ്ങിച്ച പാനാണ്. എൻ്റെ കയ്യിലുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാനാണ്. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അതിൻ്റെ അടിയിൽ എപ്പോഴും ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ ഭയങ്കര പാടാണ് ക്ലീൻ ചെയ്യാൻ. സോ ചായ ഉണ്ടാക്കാൻ തന്നെ മടിയാവും അത് പാത്രം ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ. എൻ്റെ അവർ പ്ലേസിൻ്റെ ഇതുപോലത്തെ കുറച്ച് പാനും പോട്ട്സും ഒക്കെ ഉണ്ട്. അത് എനിക്ക് PR ആയിട്ടൊക്കെ അയച്ചു തന്നിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ്. താങ്ക്സ് ഗിവിങ് അവർക്ക് സെയിലുണ്ട്. അപ്പോൾ ചെറിയൊരു പാൻ വാങ്ങിച്ചാൽ ഞങ്ങളുടെ ചായ ഇടുന്ന പരിപാടി എളുപ്പമാവും. അങ്ങനെ കരുതി വാങ്ങിച്ചതാണ്. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ, പെട്ടെന്ന് വന്നു. അപ്പോഴേക്കും നമുക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ പാത്രത്തിലും ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്തു. ഏട്ടൻ ജിമ്മിലോട്ട് പോയി. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ചായയും കുറച്ച് പാർലേജി ബിസ്ക്കറ്റും ചായയിൽ നോക്കി കഴിക്കുകയാണ്, താൽക്കാലിക ഒരു വിശപ്പ് മാറാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എനിക്കൊരു ഫോൺ കോൾ വന്നു എൻ്റെ ഫ്രണ്ടായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കത്തി വെച്ചു. ഞാൻ ബീഫും പുട്ടും ഉണ്ടാക്കാനുള്ള പ്ലാനിൽ എനിക്ക് ചെറിയ മടി പിടിച്ചു തുടങ്ങി. അതുകൊണ്ട് ബീഫും ചപ്പാത്തിയും ഉണ്ടാക്കാം. പുട്ടുണ്ടാക്കാനുള്ള എനർജി ഇല്ല. ഞാൻ ബീഫ് വാങ്ങിച്ചത് കാണാനില്ല, എവിടെ പോയെന്തോ. എല്ലാ പ്ലാസ്റ്റിക് സ്പാർക്ലറും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാറിൻ്റെ ബാക്കിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏട്ടനാണെങ്കിൽ എൻ്റെ വണ്ടി എടുത്തിട്ട് പോയേക്കുന്നത്. ഇപ്പോൾ ഏട്ടൻ്റെ വർക്കൗട്ട് ക്ലാസ് നടക്കുന്ന സമയമാണ്, വിളിച്ചിട്ട് കാര്യമില്ല. ചേടാ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുകയാണ്. ഇല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏട്ടന് മെസ്സേജ് അയച്ചിടാം. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. എത്ര വയസ്സായത്? വയസ്സ് ചോദിക്കാൻ പാടില്ല. 71 അല്ലേ? ഓ ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് 70 കഴിഞ്ഞിട്ടാണല്ലോ. സിദ്ധു വിടടാ അച്ഛനാ. അപ്പോൾ ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചത് ചക്ക് റോസ്റ്റ് എന്ന് പറഞ്ഞ ബീഫാണ്. അപ്പോൾ ബീഫ് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വിനാഗിരിയും ഉപ്പും ഇട്ടിട്ട് പുരട്ടി വെച്ചേക്കാണ് ഒരു 10-15 മിനിറ്റ്സ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളവും ചോരയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴേക്കും നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു 2 വലിയ ഉള്ളി യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഉള്ളി ഞാൻ എൻ്റെ ചോപ്പറിൽ സ്ലൈസ് ചെയ്തെടുക്കുക ചെയ്യുക, വളരെ തിന്നായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, പിന്നെ തക്കാളി. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി കട്ട് ചെയ്തെടുക്കാം. ഇനി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്. ഞാൻ സെറാനോ പെപ്പറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു വലിയ മുളക് എടുക്കുന്നുള്ളൂ. ചെറിയ മുളകാണെങ്കിൽ ഒരു 2-3 എണ്ണം എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി. അപ്പോഴേക്കും ബീഫ് ആയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക, മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കുക്കറിൽ ആദ്യം നമുക്കൊരു മസാല റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതെല്ലാം വഴറ്റിയിട്ട് എല്ലാം കൂടി ഇട്ട് പ്രഷർ കുക്ക് ചെയ്യാം. റെസിപ്പി ഞാൻ വോയിസ് ഓവറിൽ പറഞ്ഞുതരാം. രണ്ടും കൂടി ചെയ്യാൻ എനിക്ക് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്ക് പൗഡർ റോസ്റ്റ് ചെയ്യാം. അതിന് 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/4 ടീസ്പൂൺ ടേമറിക്, പിന്നെ 1 ടീസ്പൂൺ മീറ്റ് മസാല. ഇത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കൊരു കുക്കർ എടുത്തിട്ട് കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ടോ അല്ലെങ്കിൽ ചതച്ചതോ ഇടാം. 1 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് വാട്ടിയിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വാട്ടിയതിന് ശേഷം അതിലോട്ട് ബീഫ് ചേർക്കാം.
ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മസാല ചേർക്കുന്നുണ്ട് ഇതിൽ. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം കുറച്ച് ഫെനൽ പൗഡർ, പെരിഞ്ജീരകം ചേർക്കണം, ഒരു 3/4 ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ലാസ്റ്റ് മല്ലിയില ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ഓരോ ബീഫിൻ്റെ പരുവ് അനുസരിച്ചിട്ട് വേണം വിസിൽ നോക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 5 to 6 വിസിലാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരാൻ, കുട്ടികൾക്കും കഴിക്കാൻ അതാ എളുപ്പം. അപ്പോൾ ബീഫിൻ്റെ വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും ഞാൻ അടുക്കള ഒന്ന് ഒതുക്കി അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അധികം പണിയില്ല. ഏട്ടനാണ് ഇന്ന് ചപ്പാത്തിയുടെ ഡ്യൂട്ടി. സോ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഏട്ടൻ അവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീഫിന് 2 വിസിലും കൂടി അടിച്ചാൽ മതി, അപ്പോഴേക്കും ബീഫ് റെഡിയാവും. അങ്ങനെ ഞാനപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും പിള്ളേരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിക്കാൻ എന്ന് വിചാരിച്ചു ആ ഗ്യാപ്പിൽ. അപ്പം നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്, വിസിലൊക്കെ പോയി, സംഭവം റെഡി. ടടാ. അപ്പോൾ കുക്കർ ബീഫ് കറി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ കുറച്ച് ഗ്രേവി കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കാരണം ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. നിങ്ങൾക്കിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഉണ്ടാക്കുക. പിന്നെ ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ തുറന്ന് വെച്ച് വരട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഡിന്നർ കഴിക്കാൻ കൂടി. ടി വിയിൽ ഏതോ പുതിയ സിനിമ ഉണ്ട്, അപ്പോൾ ഞങ്ങളത് കണ്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ഞാൻ ബാക്കിയുള്ള കറിയൊക്കെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ്, അപ്പോൾ നമുക്ക് നാളെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കിച്ചൺ നേരത്തെ ക്ലീൻ ചെയ്തുകൊണ്ട് അധികം പണിയില്ല. ഇപ്പോൾ ഉള്ള ഡിന്നറിൻ്റെ ഇതൊക്കെ മാത്രം എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം ഒതുക്കി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിച്ചൺ ക്ലോസ് ചെയ്യുകയാണ് ഇന്നത്തേക്ക്. കുക്കർ മാത്രമുണ്ട് കഴുകണം, അതിനിപ്പോൾ നാളെ കഴുകാം. ഡിന്നർ കഴിച്ചുകൊണ്ട് പുതിയൊരു മൂവി കാണിയായിരുന്നു, കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞിട്ട്. മുഴുവൻ കാണാൻ പറ്റിയില്ല, മുഴുവൻ കാണാൻ കുറേ ഉണ്ട്, ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി. നമ്മളൊരു 1/4 ഭാഗമൊക്കെ കണ്ടു, ബാക്കി ഇനി നാളെ കാണാം. അത് മുഴുവൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കിടക്കാൻ ലേറ്റാവും. ഇനി നാളെ വർക്കും പിള്ളേർക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരെ കിടത്തി. ഏട്ടനൊന്ന് ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ടയേർഡാണ്, എന്തോ എവിടെയോ ഒന്ന് പുള്ള് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, അത് അറിയില്ലോ. അത് ആകെ ക്ഷീണകരമായിട്ടിരിക്കുകയാണ്. നൈറ്റ് ടൈം സ്കിൻ കെയർ ചെയ്തിട്ട് കിടക്കാൻ നോക്കാനുള്ള പരിപാടി ചെയ്യുന്നു. ഞാൻ കുളിച്ച സമയത്ത് ഒരുവിധം മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകിട്ട്. എന്നാലും രാത്രി ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്യും. അപ്പോൾ ആദ്യം ഞാനൊരു ഓയിൽ ക്ലെൻസർ വെച്ച് ചെയ്തു, ഞാനൊരു ക്രീം ക്ലെൻസർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുന്നു. ഇന്ന് ഞാൻ റെറ്റിനോൾ തേക്കുന്ന ദിവസമാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ സ്കിൻ സൈക്ലിംഗ് എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ദിവസം എക്സ്ഫോളിയേറ്റ് ചെയ്യും, അതിൻ്റെ നെക്സ്റ്റ് ഡേ റെറ്റിനോൾ തേക്കും, പിന്നെ 2-3 ദിവസം ബ്രേക്ക് കൊടുക്കും. അങ്ങനെ ഞാൻ കൺസിസ്റ്റൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ ഇന്നലെ എൻ്റെ എക്സ്ഫോളിയേഷൻ ഡേ ആയിരുന്നു. ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു റിലാക്സിങ് ഫീലാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, ഒരു സെക്കൻഡ്. ഇന്ന് പോയി വന്നെങ്കിലും സാധാരണ അതിൻ്റെ അത്ര എനിക്ക് ക്ഷീണം തോന്നിയില്ല. ചിലപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ടാവാം, കാരണം കാലത്തൊക്കെ ആയപ്പോൾ ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരുന്നു. ഓഫീസിൽ കോഫിയൊക്കെ കുടിച്ചാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഈ സോംബൈ മീ എന്ന് പറയുന്ന കൊറിയൻ ബ്രാൻഡിൻ്റെ റെറ്റിനോൾ ആണ് തേക്കുന്നത്. അത് കുറച്ചൊരു അത് ഭയങ്കര ഒരു മൈൽഡ് റെറ്റിനോളാണ്. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാൻ അധികം ഇൻറ്റൻസ് ആയിട്ടുള്ള റെറ്റിനോൾ അങ്ങനെ തേക്കാറില്ല. റെറ്റിനോൾ കഴിഞ്ഞു, മോയ്സ്ചറൈസർ. പിന്നെ എന്താണ്, ഇനിയിപ്പോൾ നാളെ ഫ്രൈഡേ ആണെന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഫ്രൈഡേ കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ് നാളത്തെ ദിവസം. ഒരുപാട് അജണ്ടയിലൊന്നും ഇല്ല, കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ് നാളത്തെ പരിപാടി. അപ്പം ഞാനിനി നാളത്തെ കാര്യങ്ങളും കൂടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കിടക്കും. ഇന്നത്തെ TV ആണല്ലൊക്കെ താഴെ കഴിഞ്ഞു, ഇല്ലെങ്കിൽ ഞാനിവിടെ ലാപ്ടോപ്പിൽ ഏതെങ്കിലും പുതിയ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഒക്കെ കുറഞ്ഞുകൊണ്ട് എൻ്റെ മുടിയും കുറച്ച് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈയിടെയായിട്ട്
കിടക്കുന്ന സമയത്ത് ജസ്റ്റ് എന്തെങ്കിലും ഒരു സിറം തേക്കും. നിങ്ങൾ എൻ്റെ മുടി സ്റ്റൈൽ ചെയ്യാണ്ട് എങ്ങനെ ഇരിക്കണമെന്ന് വണ്ടേ വരണമെങ്കിൽ ഇതാണ് എൻ്റെ നാച്ചുറൽ ഹെയർ ടെക്സ്ചർ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വേവ്സ് ഉണ്ട്. എൻ്റെ അമ്മയ്ക്കും വല്യമ്മയ്ക്കൊക്കെ ഉണ്ട് ഇതുപോലത്തെ വേവി ഹെയർ ആണ്. അത് തന്നെയാണ് എനിക്കും കിട്ടിയേക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് നല്ല ചുരുളമുടിയാണ്, അത് കിട്ടിയില്ല. അച്ഛനും എൻ്റെ കഷണ്ടി ആയിരുന്നത് കൊണ്ട് എനിക്കറിയില്ല. അച്ഛനും വേവി ഹെയർ ആയിരുന്നു തോന്നുന്നു. ഞാൻ ഈ ഒരു മിസ്സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൻ്റെ സൂപ്പർ റിച്ച് സിറം, ഇത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്, നല്ല മണമുണ്ട് ഇതിന്. എനിക്ക് കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ എൻ്റെ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാം ഫീഡിലും വരുന്നവരെല്ലാം മുടി വെട്ടുന്ന വീഡിയോസാണ്. മുടി വെട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും മുടി ഉണ്ടായിരുന്നവർ ഇത്രയും വെച്ച് ബോബ് ചെയ്തു, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെംപ്റ്റേഷനാണ്. അതായത് എനിക്ക് അടുത്ത ഹെയർ കട്ടിനുള്ള സമയമായി ഓൾമോസ്റ്റ്. കാരണം ഇപ്പോൾ 3 months ആയി. വീണ്ടും പോയി ലെയർ വെട്ടണോ, എന്നാൽ ചെറുതായിട്ട് ഷോർട്ടാക്കിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ഞാൻ ലാസ്റ്റ് ഷോർട്ടാക്കിയത് 2 years മുമ്പാണ്. പിന്നെ എനിക്കിപ്പോൾ 2 വർഷം എടുത്തു വീണ്ടും ഈ ഒരു ലെങ്ത്ത് വരാനായിട്ട്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് എപ്പോഴും എന്താ പറയുക, എപ്പോഴും ഒരു ഡിലെമയാണ്. എനിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടമാണ്. ഷോർട്ട് ഹെയർ എന്ന് പറഞ്ഞാൽ ലോബ് പോലെ ഈ ഒരു ഷോൾഡർ ലെങ്ത്തിൽ ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം വെട്ടിയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം, എല്ലാ 2-3 വർഷം കൂടുമ്പോഴും അങ്ങനെ വെട്ടാറുണ്ട്. ആ ലെങ്ത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഇൻ ബിറ്റ്വീൻ ലെങ്ത് ഇല്ലേ, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ എപ്പോഴും മുടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലും അത് വളർത്തി നീട്ടി കിട്ടിയാൽ മതി എന്നുള്ളൊരു ടെൻഡൻസിയാണ്. സോ ഇപ്രാവശ്യം വെട്ടിയിട്ട് ഇപ്പം അത് ഇത്രയും വളർന്നിട്ടുണ്ട്. ലൈക്ക് ഓൾമോസ്റ്റ് 2 years എടുത്തു ഈ ഒരു ലെങ്ത് എത്താൻ. ഇനി ഞാൻ വെട്ടി വീണ്ടും ആ ഒരു പ്രോസസ്സിൽ കൂടി പോകണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. മാത്രമല്ല എനിക്കിപ്പോൾ കോവിഡ് പിടിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ അതാണ് വേറൊരു റീസൺ. കാരണം നമ്മൾ മുടി കൊഴിയണ കാണുമ്പോൾ ഒരു വിഷമമാണല്ലോ. സോ ലാസ്റ്റ് ടൈമും ഇതുപോലെ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ചെറുതായിട്ട് വെട്ടിയത്. കാരണം എത്ര മുടി കൊഴിഞ്ഞാലും ചെറിയ മുടിയാകുമ്പോൾ ഇപ്പോൾ കൊഴിയുന്ന അത്ര നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ. മാത്രമല്ല സാധാരണ ഇവിടെ എല്ലാവരും അങ്ങനെ ഷോർട്ട് ഹെയർ ചെയ്യുന്നത് കൂടുതലൊരു സ്പ്രിങ് സമ്മർ സമയത്താണ്, സമ്മർ ഹെയർ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ വിൻ്ററാണ്. ഇപ്പോൾ വെട്ടിയിട്ട് ഇനി കൊളാവോ എനിക്കറിയില്ല. ചില സമയത്ത് ഞാൻ കൂടുതൽ ആലോചിക്കുന്നത് ജസ്റ്റ് പോയിട്ട് അവരോട് പറയും ഷോർട്ടാക്കി കൊള്ളാൻ പറയും. അമേരിക്കയിൽ US വന്നിട്ട് തന്നെ ഞാനൊരു 1, 2, 3 പ്രാവശ്യം നല്ല ചെറുതാക്കി വെട്ടിയിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് നല്ല ചെറുതാക്കി വെട്ടിയിട്ടുണ്ട്. അന്ന് എനിക്ക് ഇത്രയും മുടിയുണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത്. അത് ഞാൻ കല്യാണത്തിന് വേണ്ടി സ്പെസിഫിക്കലി കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. കല്യാണത്തിനും ഫങ്ഷൻസിനും ഒക്കെ വേണ്ടി ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിലൊക്കെ എപ്പോഴും ഷോർട്ട് ഹെയർ ആയിരുന്നു, ഇത്രയും വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും വെച്ചിട്ടൊക്കെ. പിന്നെ അതിൽ കൂടുതൽ അങ്ങനെ വളർത്താൻ പോയിട്ടില്ല. പിന്നെ കല്യാണം ഒക്കെ ആയ സമയത്താണ് ഞാൻ പിന്നെ മുടി വളർത്തി തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം അങ്ങനെ അത്ര മുടി വളർത്താൻ എനിക്ക് അങ്ങനെ അത്ര ഭയങ്കര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. എനിക്കൊരു മീഡിയം ലെങ്ത് അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ, ഈ രണ്ടുമാണ് ഇഷ്ടം. അതിൻ്റെ ഇടയിലുള്ള ഫേസ് ഇസ് വെരി വിയേർഡ് ഫോർ മീ. ഇപ്പോൾ അതായത് ടിക്ടോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഇത് തന്നെയാണ്. കുറച്ച് ദിവസമായിട്ടപ്പോൾ ഞാൻ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പോയി പഴയ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ തരക്കേടില്ലായിരുന്നു, വേണോ. പക്ഷേ ആക്ച്വലി ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഷോർട്ട് ഹെയർ ഈസ് ഡിഫിക്കൾട്ട് ടു മാനേജ്. കാരണം കെട്ടിവെക്കാൻ ജസ്റ്റ് ഒരു പോണിറ്റെയിൽ പോലെ മാത്രമേ കെട്ടിവെക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സ്റ്റൈൽ ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ടാണ് ഷോർട്ട് ഹെയർ. ലോങ് ഹെയർ ആകുമ്പോൾ നമുക്ക് കേൾ ചെയ്യാം, സ്ട്രെയിറ്റ് ചെയ്യാം, മുടിയുണ്ട് കൈകാര്യം ചെയ്യാനായിട്ട്. അതെപ്പോഴും ഞാൻ സഫർ ചെയ്യുന്നതാണ്. കാരണം ഷോർട്ട് ഹെയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ കുറച്ച് മാസം എടുക്കും അതൊന്ന് യൂസ് ടു ആവാനായിട്ട്. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മുമ്പ് വളരെ അത്ര ടൈറ്റ് അല്ലാത്തൊരു ചെറിയ ബൺ പോലെ കെട്ടിയിട്ടാണ് ഉറങ്ങണത്. എടാ നീ ഉറങ്ങിയില്ലേ? സിദ്ധു എണീറ്റ് വന്നേക്കാണ് ഉറങ്ങാണ്ട്. ഞാൻ അവനെ പോയാന്ന് ഒന്നുകൂടെ കിടത്തട്ടെ. ശരി, അപ്പം ഞാൻ വേറെ വിശേഷമൊന്നുമില്ല. ബൈ, ഗുഡ് നൈറ്റ്. ഇറ്റ്സ് ഓക്കെ സിദ്ധു, ബാ.